ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇതിപ്പോൾ സമയം രാവിലെ 3:10. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ. ഇതാ ഞങ്ങൾ റെഡിയായി ഫ്രഷായി. സമയം 4:30. അപ്പോൾ നമ്മൾ ട്രെയിൻ 5 മണിക്കാണ്. പരശുറാം എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. എൻ്റെ ബ്രദർ കൂട്ടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം നേരത്തെയാണ് പോകുന്നത്, കാരണം 2-ാം തീയതിക്ക് ടിക്കറ്റ് ഒന്നുമില്ല, എല്ലാം ഫുള്ളാണ്. ഇത് തന്നെ 1.5 മാസം മുമ്പേ ആയിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ ഹോട്ടൽ റൂമും അതുപോലെ തന്നെയാണ്, രണ്ടിടത്തായിട്ടാണ് ബുക്ക് ചെയ്തത്. അമ്മ ഇതാ ഓൾറെഡി ട്രെയിനിൽ കയറി ഇരിക്കുന്നുണ്ട്. വേറെ ആരും ഇല്ല, ഞങ്ങളായിരുന്നു ആദ്യം വന്നത്. അകത്ത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പുറത്ത് വന്ന് ഫാൻ്റെ അടിയിൽ കുറച്ച് സമയം നിന്നു. അങ്ങനെ ഇതാ 5 മണിയാകുമ്പോൾ ട്രെയിൻ വിട്ടു. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തി പൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ട്രെയിൻ വിട്ട ഉടനെ ഞാൻ ചെയ്തത് ഇതൊക്കെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് കുറച്ച് കഴിയുമ്പം ചായ വാങ്ങിച്ചു കുടിച്ചു. എനിക്ക് ബ്ലാക്ക് ടീ ആയിരുന്നു വേണ്ടത്, പക്ഷേ ചൂടുവെള്ളം നോ രക്ഷ, കിട്ടിയില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് ഈ ഇങ്ങനെ ഒരു ചായയോ പാലോ അതെന്തോ ഒരു സാധനം വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ ടീ ബാഗൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് കുടിച്ചു. അങ്ങനെ നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ഒരു ബോക്സ് പൂരി ഭാജിയും അതുപോലെ തന്നെ ഒരു ബോക്സ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ വാങ്ങിച്ചു. ഇഡ്ഡലി സാമ്പാർ വളരെ മോശമായിരുന്നു. പിന്നെ അമ്മ കൊണ്ടുവന്ന ഇഡ്ഡലിയൊക്കെ വെച്ച് നമ്മൾ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സീറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഞാനും ഹസ്ബൻഡും ഇതാ ഇവിടെ ബാക്കിലാണ് ഇരിക്കുന്നത്. അക്കൂട്ടനും അച്ഛനും അമ്മയും ഒക്കെ മുന്നിലാണ് ഉള്ളത്. ഞാൻ പൂരിയും ചമ്മന്തി പൊടിയൊക്കെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്. എന്തായാലും സൂപ്പർ അടിപൊളി കോമ്പിനേഷൻ. ഷൊർണൂർ വരെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഒരു മിൽക്കി ബാറും കിറ്റ് കാറ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ട്രെയിൻ യാത്രേൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ സമയം 8:45, നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഹസ്ബൻഡും അച്ഛനും പുറത്തോട്ട് ഇറങ്ങി ചായയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഹസ്ബൻഡ് എനിക്ക് ചൂടുവെള്ളം വാങ്ങിച്ചു തന്നു. കോഴിക്കോട് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്, ഒരു 5 മിനിറ്റ് ട്രെയിൻ അവിടെ നിർത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഷൊർണൂർ വരെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ട്രെയിനിൽ. അത് കഴിഞ്ഞിട്ടായിരുന്നു പൊങ്കാലേൻ്റെ തിരക്കൊക്കെ സ്റ്റാർട്ടായത്. അത് കഴിഞ്ഞിതാ ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി. എനിക്ക് അങ്ങനെ അധികം ഉറക്കൊന്നും വരൂല ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. അങ്ങനെ പഴംപൊരിയും പിന്നെ പരിപ്പുവട അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ട്രെയിനിൻ്റെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ കുറച്ചൊക്കെ കൊള്ളാം. ഇപ്പോൾ ടോയ്ലറ്റ്സൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്, ഒട്ടും വൃത്തിയൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ ഷൊർണൂരിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. അതിനുശേഷം കണ്ടോ, ഫുൾ പൊങ്കാലക്കുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഷൊർണൂരിന്ന് ട്രെയിൻ വിട്ടു. ഇപ്പോൾ കണ്ടോ, എല്ലാവരും നാമമൊക്കെ ജപിച്ചുകൊണ്ട് ദേവീൻ്റെ നാമങ്ങളൊക്കെ വായിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. ശരിക്കും ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു നല്ലൊരു വൈബും ഫീലിംഗും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 95% കോച്ചിലെല്ലാവരും പൊങ്കാലക്കുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ സമയം 12:30, നമ്മൾ തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. ട്രെയിൻ തൃശ്ശൂരിൽ ഒരു 5 മിനിറ്റ് നിർത്തിയിടും. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ലഞ്ചിൻ്റെ സമയമായല്ലോ, അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. ബിരിയാണി ഉണ്ടായിരുന്നു, വെജ് ബിരിയാണി, എഗ് ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി. ഞങ്ങളെല്ലാവരും വെജ് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് വെജ് ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചോറിങ്ങനെ വേവാത്ത മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ പകുതി മാത്രമേ കഴിച്ചുള്ളൂ. ഞാൻ അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്തു. കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, എന്നിട്ട് ബാക്കി ഞാൻ കളഞ്ഞു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ അതിരാവിലെ വന്നുകൊണ്ട് അങ്ങനെ ഫുഡ് പാക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. സമയം 5:30, നമ്മളിപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. പകൽ യാത്ര ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല റെസ്റ്റ്ലെസ് ആയിരുന്നു. ആർക്കും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഡോറിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഡോറ് തുറക്കുന്നതും അടക്കുന്നതായിട്ടുള്ള സൗണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ വൈകിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വേഫേഴ്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്.
ഇപ്പോൾ സമയം 7 മണി. നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. ഭയങ്കര റഷായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്, പക്ഷേ പൊങ്കാല ടൈമിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ താമസിക്കാൻ വേണ്ടി പോകുന്നത് KTDCൻ്റെ ചൈത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ്. അതിവിടെ തൊട്ടടുത്താണ്, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇനിയിപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഹോട്ടലുള്ളത്. റെയിൽവേ സ്റ്റേഷന്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എല്ലാം അടുത്തടുത്താണ്. അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് ഈ ക്രൗഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലെ കാഴ്ചകൾ, പൊങ്കാല ഫെസ്റ്റിവൽ നൈറ്റ് ട്രിവാൻഡ്രം സിറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടാനായിട്ട് തിരുവനന്തപുരം നഗരം ഒരുങ്ങുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചുടുകട്ട, ബ്രിക്സ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. കലം, അതുപോലെ തന്നെ കത്തിക്കാനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ കണ്ടോ, ബ്രിക്സൊക്കെ വെച്ച് എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആറ്റുകാലമ്മേൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് എല്ലായിടത്തും പൂജയും കാര്യങ്ങളും ഒക്കെ ഓരോരോ ഗ്രൂപ്പ്സ്, എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ അവരുടെ വകയായിട്ടുള്ള ഒരു സ്റ്റാൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹോട്ടലിലെത്തി. KTDCൻ്റെ ചൈത്രം. ഇന്നത്തെ രാത്രി ഇവിടെയാണ് നമുക്ക് സ്റ്റേ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നാളെ നമ്മൾ മാറും. ഹോട്ടൽ റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ട്രെയിൻ ടിക്കറ്റിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നത്. തമ്പാനൂർ ബസ് സ്റ്റോപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നമുക്കിവിടെ റൂമിനകത്ത് കയറിയിരിക്കാനേ തോന്നൂല. ഫുൾ മലയാളം പാട്ട് റീമിക്സ്, പുതിയതും പഴയ പാട്ടിൻ്റെ റീമിക്സും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലൈവ്ലിയാണ്. രാത്രിയാണെന്ന് പോലും നമ്മൾ മറന്നുപോകും. അപ്പോൾ റൂം കണ്ടു, നല്ല വൃത്തിയുള്ള റൂമാണ്, നല്ല റൂമാണ്. അങ്ങനെ ടോയ്ലറ്റ്സൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. 2 ഇങ്ങനെ സിംഗിൾ ബെഡുള്ള റൂമാണ് കിട്ടിയിരിക്കുന്നത്. വേറൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇവിടുത്തെ ക്രൗഡൊക്കെ നോക്കുമ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഡിന്നർ കഴിക്കണം. പിന്നെ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ട്. തട്ടുകടയുണ്ട്, അടുത്ത് തന്നെ ആര്യാസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഒരു ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റൂല, പക്ഷേ നല്ല രസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം കണ്ടു, എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയല്ല, തട്ടുകട ഉണ്ടായിരുന്നു. അവിടുന്ന് ദോശ കഴിച്ചു. പിന്നെ അവിടെ ഓംലെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കഴിച്ചില്ല, നമ്മൾ വെജിറ്റേറിയൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ തൊട്ടടുത്ത് ആര്യാസും ഉണ്ട്, പക്ഷെ അവിടെ ഭയങ്കര റഷായിരുന്നു. അച്ഛനും അമ്മയും അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. 2 ദോശക്ക് 20 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ഞാൻ 2 പ്ലേറ്റ് ദോശ കഴിച്ചു. പിന്നെ മോനും ഹസ്ബൻഡും എല്ലാവരും ദോശയാണ്. അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ദോശയും ഓംലെറ്റും ചായയും കോഫിയും മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അച്ഛനും അമ്മയും വിളിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി. കണ്ടു, അവിടെ ഫുള്ള് ഇരിക്കാൻ പോലും പ്ലേസ് ഇല്ല. നന്നായി നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ അച്ഛനും അമ്മയും റൂമിലേക്ക് തിരിച്ചുപോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പൊങ്കാലക്കുള്ള ചട്ടിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അവിടെ നമ്മൾ സൈഡിൽ ചട്ടിയും പിന്നെ ചൂട്ടും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് പോയിട്ട് എല്ലാം ഒന്ന് ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു. ഇത് കണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. 1/2 കിലോ അരിക്കുള്ള ചട്ടി, 1/4 കിലോ അരിക്കുള്ള ചട്ടി, അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുള്ള ചട്ടികൾ. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ചുടുകട്ടൊക്കെ വെച്ച് ഓൾറെഡി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ പേര് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ദിവസം അവർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ സൈഡിലൊക്കെ നമുക്ക് ഒരു പ്ലേസ് കിട്ടുന്നത് ഒരു രക്ഷയുമില്ല, ഓൾറെഡി ബുക്ക്ഡാണ്. അങ്ങനെ അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ വീണ്ടും സിറ്റിയിലെ കൂടെ ഒന്ന് കറങ്ങി നടന്നു.
ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. ബാക്കി അരി, ശർക്കര അങ്ങനത്തെ ഒക്കെ പായസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും, കശുവണ്ടി പരിപ്പ്, പിന്നെ റേസിൻസ് അങ്ങനത്തെ സാധനം 1/2 കിലോ 1/4 കിലോ എന്നൊക്കെ അവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പച്ചരി, പിന്നെ ചുവന്ന അരി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി പാക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ആറ്റുകാല് അമ്മേൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ അലങ്കാരമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓരോരോ എനിക്ക് തോന്നുന്നു ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, അങ്ങനെ ഓരോരോ ജംഗ്ഷനിലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു പാട്ടൊക്കെ വെച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തൊഴുതു. ഇപ്പോൾ ടെമ്പിളിലേക്ക് പോകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് വരെ വെഹിക്കിൾ അലൗഡ് ആണ്. അതിനുശേഷം പിന്നെ ടെമ്പിളിലേക്ക് 3-4 കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അമ്മക്കും കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ദൂരം നടക്കാനൊന്നും പറ്റൂല. നമ്മൾ ഇവിടുന്ന് തന്നെ തൊഴുത് പൊങ്കാല ഇട്ടും. അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി, പൊങ്കാല 3-ാം തീയതിയാണ്, 4-ാം തീയതി നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നോക്കാമെന്നാണ് നമ്മളെ പ്ലാൻ. നേരത്തെ കണ്ട മാതിരിയുള്ള വീണ്ടും വേറൊരു സ്റ്റോൾ, ഒരു 100 മീറ്ററിന് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൾസൊക്കെ കാണാം. ഫോട്ടോ ഒക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ഫ്രൂട്ട്സൊക്കെ കണ്ടോ, ഫുൾ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടമാതിരി തട്ടുകടകളാണ്. ദോശ, പിന്നെന്താണ് ഓംലെറ്റ്, അങ്ങനത്തെ ഒക്കെ എല്ലായിടത്തും നമുക്ക് കാണാം. അപ്പോൾ ഷോപ്സ് ഒന്നും ഇപ്പോൾ രാത്രി ക്ലോസ് ആവുന്നില്ല. എല്ലാം ഒരു 2-3 ദിവസം എല്ലാം ഓപ്പൺ ആണ്, 24/7. സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിലും, നേരത്തെ നമ്മൾ കലവും ഒക്കെ വിൽക്കുന്ന സ്ഥലം കണ്ടില്ല, അതൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് എന്നിട്ട് റൂമിലേക്ക് തിരിച്ചു പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.